നീ അതിങ്ങത്താ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അയ്യോ അതൊന്നും സാരല്ല അച്ഛാ, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. വേണ്ട മോളിങ്ങിത്താ, ഞാൻ കൊണ്ടു കൊടുക്കാം. എന്താ മോളെ നീ അങ്ങനെ നോക്കുന്നേ? ഞാൻ വേറെന്തൊക്കെയോ ആലോചിച്ചു പോയി. ഞാൻ എന്തൊരു ഭാഗ്യവതിയാണല്ലേ അച്ഛാ. എന്റെ അപ്പൂപ്പനെ ആഗ്രഹിച്ചതുപോലെ എത്ര നല്ല കുടുംബത്തിലാണ് എനിക്ക് കയറി വരാൻ കഴിഞ്ഞത്. നിന്റെ അപ്പൂപ്പൻ എത്ര വലിയ മനുഷ്യനായിരുന്നു എന്ന് ശേഖരൻ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ. നാട്ടിലെല്ലാവരും നിന്റെ അപ്പൂപ്പനെ ദൈവതുല്യമായ കണ്ടിരുന്നതല്ലേ? അദ്ദേഹത്തോളം വലിയ മനുഷ്യനായിട്ടല്ലെങ്കിലും ഒരു സാധാരണ മനുഷ്യനായിട്ടെങ്കിലും എനിക്ക് ജീവിക്കണം. ഞാൻ മോളോട് ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം നീ എപ്പോഴും ഓർത്തോണം. മിഥുൻ ഒത്തിരി നല്ലവനാ മോളെ. ചില സമയത്ത് ബിസിനസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ വേണ്ടാത്ത ടെൻഷനിലടുത്ത് തലവെക്കാറുണ്ട്. അത് നീ മനസ്സിലാക്കുകയാണെങ്കിൽ മിഥുനോട് അടുക്കാൻ എളുപ്പ വഴിയാ. പിന്നെ മറ്റാർക്കും നിന്നെ ഒന്നും ചെയ്യാനാവില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ. ശരി എന്നാ വാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. സോറി. Don't worry, Dad. ഞാൻ ചുമ്മാ കണ്ണടച്ച് കിടക്കരുത്. സൂക്ഷിച്ചു. ഇത് നിനക്ക് വേണ്ടി മേഘന ഉണ്ടാക്കിയതാ, കുടിക്കുമോനെ. ബദാം പാലാണോ ഡാഡ്? എനിക്കത് ഒത്തിരി ഇഷ്ടം. What is this? അത് മഞ്ഞൾ ചേർത്ത പാലാണ്. ഇതെന്തിനാ? കുടിച്ച മുറിവ് പെട്ടെന്ന് ഉണങ്ങും. ഡാഡ്, ഓൾറെഡി ഞാൻ മെഡിസിൻസ് കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? എനിക്കിതൊന്നും വേണ്ട. മിഥുനേട്ടാ, വേണമെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്ക്. മെഡിസിനൊക്കെ കൂടുതൽ പാലിന് മഞ്ഞപ്പൊടി ചേർത്ത് കഴിച്ചാ പെട്ടെന്ന് ഉണങ്ങുന്ന് എഴുതിയിട്ടുണ്ട്. മിഥുനേട്ടന് വയ്യെങ്കിൽ ഞാനത് എടുത്ത് കാണിച്ചു തരാം. മോനെ മിഥുൻ, മോം, അവള് പറഞ്ഞതിലും കാര്യമുണ്ടടാ. മഞ്ഞളിട്ട് പാല് കുടിക്കുന്നത് വളരെ നല്ലതാ. മോനത് കുടിക്ക. മോളെ മേഘനെ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. മിഥുൻ ആ പാല് കുടിച്ചോളൂ. അതങ്ങ് കുടിക്കടാ. കുടിക്കേ മോം. കുടിക്കും മോനെ. ഗുഡ് ബൈ. മേഘന, നീ എന്തേ കാണിക്കുന്നേ? ഈ മഞ്ഞള് കുഴച്ചത് മുറിവില് തേക്കണോ ഏട്ടാ? മഞ്ഞള് തേച്ചാല് പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്ന എന്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ഇപ്പൊ ഒരു ഗ്ലാസ് മുഴുവൻ ഞാൻ കുടിച്ചതല്ലേ, ഇനി അത് കാലയിലും കൂടെ തേക്കണോ? ഇത് തേച്ചാലേ മുറിവ് ഉണങ്ങൂ ഏട്ടാ. മേഘന പറയുന്നത് നിന്റെ നല്ലതിനാ. ഇന്നത്തേക്കത് സഹിക്ക. ഗുഡ് ബൈ.
ഞാൻ ഈ മഞ്ഞൾ പുരട്ടുന്ന സമയത്തെങ്കിലും മിഥുനേട്ടന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒന്ന് മാറ്റിക്കൂടെ? അല്ലെങ്കിൽ കാണുന്നവർക്കത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. മതി മിഥുനേട്ടാ, മിഥുനേട്ടനൊന്ന് ചിരിച്ചു കണ്ടല്ലോ. എന്റെ മനസ്സൊന്ന് തണുത്തത് ഇപ്പോഴാ. അരുണിമേ, 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 നിനക്കെന്താ പറ്റിയത്? ഞാൻ ഈ വിളിച്ചൊന്നും നീ കേട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മേഘനയെ കുറിച്ച് ആലോചിക്കായിരിക്കും. നമ്മുടെ വീട്ടിൽ ആർക്കെന്ത് പ്രശ്നമുണ്ടായാലും നിസ്സാരമായിട്ട് നീ അത് പരിഹരിക്കും. പക്ഷേ മേഘനയുടെ പ്രശ്നം അതുപോലെയല്ല. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ അവളെപ്പറ്റി മാത്രം ചിന്തിക്കുന്നത്? മേഘനയുടെ പേര് പറഞ്ഞ ഉടനെ നിന്റെ കണ്ണിൽ വല്ലാത്ത കുറ്റബോധം തെളിയുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല ഏട്ടാ, എനിക്കൊരു കുറ്റബോധമില്ല. പറയുന്നത്ര എളുപ്പമല്ലരുണമേ ആ കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത്. അതെ അരുണിമേ, ഇപ്പൊ മിഥുന്റെ കാര്യത്തിൽ മേഘനയുടെ കെയറിങ് നീ കണ്ടതല്ലേ? എന്നിട്ടും നിനക്കൊന്നും തോന്നിയില്ലേ? നോക്ക് ചേട്ടാ, ഞാൻ എന്ത് ചെയ്താലും പലതവണ അതിനെക്കുറിച്ച് ആലോചിച്ച് ചെയ്യാറുള്ളൂ. മേഘനയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാ. പക്ഷേ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതല്ലല്ലോ. നിന്റെ കണ്ണിൽ തെളിഞ്ഞിരിക്കുന്ന ഈ ഗിൽറ്റി അതെന്തുകൊണ്ടാണെന്നുള്ളതിന് ഉത്തരം പറ. എന്ത് ചെയ്യട്ടാ, മേഘനയ്ക്ക് ഇപ്പൊ എന്ത് പറ്റീന്നാ? അവളെ തീർത്തും സന്തോഷവതിയാണല്ലോ. എന്നും അതുപോലെ തന്നെയാവും. നാളെ മിഥുനിൽ നിന്ന് അവൾ അകന്നു പോകുമ്പോഴും അവൾക്കൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞാൻ അവളെ നോക്കും. മേഘനയെ കൂട്ടുമ്പോഴും അക്കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ. പറയുന്ന ഓരോ വാക്കും നീ അക്ഷരം പ്രതി പാലിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ അവരെ തമ്മിൽ അകറ്റാതിരിക്കാൻ എന്നെ കൊണ്ടാവും വിധം ഞാൻ ശ്രമിക്കും. ദിവസം എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ എങ്ങനെ എവിടെ നിന്ന് തടി തപ്പ? ഇനിയിപ്പോ ഇവിടെ കിടക്കേണ്ടി വരികയാണെങ്കിൽ അവളെ ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാ? മേഘന, മേഘനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ടേ തനിച്ച് കിടന്ന് ഉറങ്ങിയ ശീലം. അടുത്ത ആരെങ്കിലും കിടന്ന അവരെ ഞാൻ ചവിട്ടിത്തെറിപ്പിക്കും. ഇനി അതിനൊരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. അത് നടക്കാനും വഴിയില്ല. ഒന്നുമില്ല ഏട്ടാ, ഏട്ടന്റെ കാല് വയ്യാതിരിക്കല്ലേ. കാലും കൈയെടുത്ത് ചവിട്ടാനൊന്നും പറ്റില്ലല്ലോ. ചവിട്ടിയാലും ഏട്ടന് തന്നെ അതിന്റെ കേട്. അതല്ല മിഥുനേട്ടാ, എനിക്ക് ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് നീ പുറത്തു പോയി കിടന്നേക്ക് എന്ന് മാത്രം എന്നോട് പറയരുതേ. അത് ശരിയാവില്ല. ഏട്ടൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഇപ്പൊ ഏട്ടനെ നോക്കേണ്ട ഉത്തരവാദിത്തം
എന്റേതല്ലേ? ഏട്ടൻ ഇവിടെ കിടന്നോളൂ, ഞാനിവിടെ ഈ സോഫയിൽ കിടന്നോളാം. ഉം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. I love you. മേഘനെ, മേഘനെ. ദാ, ഈ വെള്ളം കുടിക്കേ. മിഥുനേട്ടാ, ഏട്ടന്റെ വേദന മാറിയോ? അതല്ല, ഞാൻ നീ ചുമക്കുന്ന കണ്ടപ്പോ എന്റെ കാലിന്റെ വേദനയെ പറ്റി ഞാൻ മറന്നുപോയി. പെട്ടെന്ന് വെള്ളം എടുത്തോണ്ട് ഓടി വരികയായിരുന്നു. മിഥുനേട്ടൻ എന്നെ അത്രയേറെ ഇഷ്ടാണോ? ഏട്ടന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താന്ന് എനിക്കറിയാം മിഥുനേട്ടാ. അതുകൊണ്ടല്ലേ ത്രോട്ട് ഡ്രൈ ആയി ഞാൻ ചെറുതായി ഒന്ന് ചുമച്ചപ്പോഴേക്കും എല്ലാം മറന്ന് ഏട്ടൻ എന്റെ അടുത്തേക്ക് ഓടി വന്നത്. എന്നാ പിന്നെ മിഥുനേട്ടൻ പോയി കിടന്നു. പുള്ളിക്കാരന് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും മാഡത്തിന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രോ പുള്ളി ഇവിടം വരെ വന്നിട്ട് പോയത്. നിങ്ങളിൽ ഒരാൾക്ക് എവിടേക്കെങ്കിലും പോണെങ്കിൽ രണ്ടാളും ഒരുമിച്ചുണ്ടാവണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾ രണ്ടുപേരും എല്ലായ്പ്പോഴും ഒരുമിച്ചുണ്ടായിരിക്കും. ഉയിരേ കവറും ഉയിരെ പോലെ എന്താണ് നീ, എന്താണ് ആ കാതൽ മഴയാ തനുവിൽ ചേരും ആരാണ്
വാട്ട് ഹാപ്പൻഡ്? എന്താ മിഥുന് പറ്റിയേ? എന്തുകൊണ്ടാ ആ മെസ്സേജിന് റിപ്ലൈ ചെയ്യാതെ? വാട്ട്സ് റോങ്? അയ്യോ, നിങ്ങൾ ഇതുവരെ തോരണം കെട്ടി കഴിഞ്ഞില്ലേ? വേഗം ചെന്ന് കെട്ടി. ഓക്കേ, madam. അതെ, ശ്രീരാമന്റെ വിഗ്രഹം ഇവിടെയാ വെക്കേണ്ടത്. തൊട്ടടുത്ത് തന്നെ സീതാദേവിയുടെ വിഗ്രഹം ഉണ്ടായിരിക്കണം. ഇനി പൂമാല എടുത്തോണ്ട് വരൂ. വിഗ്രഹം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ കഴുത്തിലിടേണ്ടതാ. എന്താ ഞാനീ കാണുന്നേ? എനിക്കും അതാ മനസ്സിലാവാത്തത്. എന്താ ആന്റി ഇത്? മേഘനയ്ക്ക് ഒടുക്കത്തെ ഭക്തിയാണല്ലോ. സത്യമാണോ അത് ആന്റിയെ വളയ്ക്കാനുള്ള പ്ലാനാണോ? വളച്ചാ വളയാൻ അരുണിമേച്ചി അത്രയ്ക്ക് വീക്കല്ല എന്ന് കരുതി മേഘന ഒരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യില്ല. അവള് ചെയ്യുന്നതെല്ലാം ഈ കുടുംബത്തിന് വേണ്ടിയല്ലേ. അവളിലുള്ളൊരു ഗുഡ് ക്വാളിറ്റിയാ അത്. എന്നാലും ഇപ്രാവശ്യം അവള് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. ഈ പൂജയുടെ ഒരുക്കങ്ങൾ ഇവള് ചെയ്യുന്നത് അരുണിമേച്ചെങ്ങാനും കണ്ട മേഘനയുടെ കഥ ഔട്ട്. ഇതൊക്കെ ഇവള് ചെയ്യുന്നോണ്ട് ആന്റിയുടെ പണിയല്ലേ കുറയാ? പൂജ നടക്കണമെങ്കിൽ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തല്ലേ പറ്റൂ. അതിലങ്ങനെ എന്താ തെറ്റുള്ളേ? ഈ പൂജാകാര്യങ്ങൾ ചേച്ചിയല്ലാതെ മറ്റാര് ചെയ്താലും തെറ്റ് തന്നെയാ. എല്ലാ കൊല്ലവും ശ്രീരാമനവമിയുടെ കാര്യങ്ങൾ ചേച്ചി അത്രയ്ക്ക് ഇഷ്ടത്തോടെയാ ചെയ്യുന്നത്. ഒരു പൂമാല പോലും സ്വയം കെട്ടണമെന്ന് ഈ ഒരു ഉത്സവത്തിന് ചേച്ചിക്ക് നിർബന്ധമാണ്. ഇന്നതേ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതെ മേഘന എല്ലായിടത്തും തലേ വെച്ചിരിക്കുക. ഇതെങ്ങാനും ചേച്ചി കണ്ടെന്നിരിക്കട്ടെ, ഹെരിതിയിൽ എണ്ണ ഒഴിച്ച പോലെയാവും. വിശേഷ ദിവസം ഈ വീട് വലിയൊരു പ്രളയഭൂമിയായി മാറും. അച്ഛമ്മേ, കാര്യം അറിയാതെ ഏട്ടത്തിയമ്മ ഒരുക്കം